ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് എ സ്റ്റാർ എന്ന് പറയുന്നത് ഒരു നോൺ അബീലിയൻ ഗ്രൂപ്പാണ് വേർ എ എന്ന് പറയുന്നത് അക്രോസ് ആർ ആൻഡ് ഫോർ എനി എ ബി ബിലോങ്സ് ടു എ ബി സ്റ്റാർ സി ഡി എന്ന് പറയുന്നത് ഈസ് എ സി ബി സി പ്ലസ് ഡി. ഇവിടെ തന്നിരിക്കുന്ന റിലേഷൻ ആർ ക്രോസ് ആർ ആണ്, റിലേഷനാണ് തന്നിരിക്കുന്നത്, ആർ ടു ആറിലേക്കുള്ള റിലേഷൻ. അത് എ ബി, അപ്പോൾ നമുക്ക് എന്തെടുക്കണം, രണ്ട് പെയേഴ്സ് എടുക്കണം, എ ബി സി ഡി രണ്ട് പെയേഴ്സിൽ ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടിയിരിക്കണേ, എ സി ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം, അല്ല ഫസ്റ്റ് ടേം ഇൻറ്റു രണ്ടാമത്തെ പെയറിൻ്റെ ഫസ്റ്റ് ടേം. അപ്പോൾ എ ഇൻറ്റു സി ബി ഇൻറ്റു സി പ്ലസ് ഡി ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്, ക്ലോഷ്യർ പ്രോപ്പർട്ടി. അത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ എഴുതി വെച്ചാൽ മതി. ക്ലോഷ്യർ പ്രോപ്പർട്ടിക്കകത്ത് ഫോർ ഏതൊരു എ ബി ബിലോങ്സ് ടു എ ബി സി ഡി ബിലോങ്സ് ടു, ഞാൻ ഈ പറയുന്ന എ എന്നുള്ള സെറ്റ് എടുത്തു കഴിഞ്ഞാലും ദെൻ എ ബി സ്റ്റാർ സി ഡി എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്, ഗിവൺ എ സി ബി സി പ്ലസ് ഡി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് ക്ലോഷ്യർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നിങ്ങളത് കമൻ്റായിട്ട് എഴുതിക്കോളണം കേട്ടോ. അടുത്തത് സെക്കൻഡ് പ്രോപ്പർട്ടി ഈസ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ എന്തെടുക്കണം, അസോസിയേറ്റീവ് പ്രോപ്പർട്ടിക്കകത്ത് 3 പെയറിനെ എടുക്കണം, എ ബി സി ഡി ദെൻ ഇ എഫ് 3 പെയറിനെ എടുക്കണം. അത് വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ചെയ്യുമ്പോൾ എ ബി സ്റ്റാർ സി ഡി ഇതിൻ്റെ കൂടെ ഇ എഫ് സ്റ്റാർ ചെയ്യുമ്പോഴും ഇസ് ഈക്വൽ ടു എ ബി സ്റ്റാർ സി ഡി സ്റ്റാർ ഇ എഫ് ഇത് ചെയ്യുമ്പോഴും സെയിം ആണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എ ബി സ്റ്റാർ സി ഡി സ്റ്റാർ ഇ എഫ് ചെയ്യുവാണ്. അപ്പോൾ ആദ്യം ഇതിലേത് ചെയ്യണം, എ ബി സ്റ്റാർ സി ഡി ചെയ്യണം. എ ബി സ്റ്റാർ സി ഡി ചെയ്യുമ്പോൾ എന്താണ്, എ സി ബി സി പ്ലസ് ഡി ആണ്. ഇതിൻ്റെ കൂടെ സ്റ്റാർ ഇ എഫ് ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യണേ, എ സി ഒന്ന് എങ്ങനെയാണ്, ഫസ്റ്റ് ടേം ഇൻറ്റു ഇതിൻ്റെ രണ്ടാമത്തെ പേരിൻ്റെ ഫസ്റ്റ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എ സി ആണ് ഇവിടുത്തെ ഫസ്റ്റ് എടുക്കണം അല്ലേ. അപ്പോൾ ആ എ സി ഇൻറ്റു ഇവിടുത്തെ ഫസ്റ്റ് എടുക്കണ ഏതാണ്, ഇ ആണ്. അപ്പോൾ എ സി ഇ രണ്ടാമത്തേൽ എന്ത് വരും, ബി സി പ്ലസ് ഡി ഇൻറ്റു ഇ പ്ലസ് എഫ്. ഇതെങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ, എ സി ഇ രണ്ടാമത്തെ ടേം എന്നത് രണ്ടാമത്തെ ടേം ബി സി പ്ലസ് ഡി ഇൻറ്റു എഫ്, ഡി ഇൻറ്റു ഇ അതിൻ്റെ കൂടെ പ്ലസ് എന്തെടുക്കണം, ഇവിടുത്തെ ലാസ്റ്റ് എടുക്കുന്ന ടേം ആഡ് ചെയ്യണം. അങ്ങനെയാണ് ഇത് വന്നത്. അപ്പോൾ ഇതെങ്ങനെ വരും, എ സി ഇ ബി സി ഇ പ്ലസ് ഡി ഇ പ്ലസ് എഫ് എന്ന് വരും. ഇനി അടുത്തത് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, അടുത്തത് ഞാൻ അതിൻ്റെ ആർ എച്ച് എസ് സൈഡ്, ഇപ്പോൾ എൽ എച്ച് എസ് എല്ലാം എടുക്കുക, അതിൻ്റെ ആർ എച്ച് എസ് എടുക്കുക. ആർ എച്ച് എസ് എന്ന് പറയുമ്പോൾ എ ബി സ്റ്റാർ സി ഡി സ്റ്റാർ ഇ എഫ് എടുക്കുക. ഇത് ഈക്വൽ ടു, ഇപ്പോൾ ഇതിൽ ആദ്യം ഏത് ടേം ചെയ്യണം, ഇത് രണ്ടും ചെയ്യണം. അപ്പോൾ എ ബി സ്റ്റാർ വാട്ട് ഈസ് സി ഡി സ്റ്റാർ ഇ എഫ്, ഫസ്റ്റ് ടേം ഇവിടുത്തെ സി ഇൻറ്റു ഇ പ്ലസ് സി ഇൻറ്റു ഇ പ്ലസ് ഇവിടുത്തെ അടുത്ത ടേം ഡി ഇൻറ്റു ഇ പ്ലസ് എഫ് എന്ന് വരും. സി ഡി ഇ പ്ലസ് എഫ് എന്ന് വരും. ഇനി അടുത്തത് ഇതിന് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടേം ഈസ് എ ഇവിടുത്തെ ടേം എന്ന് പറയുന്നത് സി ഇ. ഇപ്പോൾ എ സി ഇ എന്തൊരും ബി സി ഇ പ്ലസ് ഇവിടെ വരുന്ന ടേം ഡി ഇ പ്ലസ് എഫ്. ഇവിടെ നോക്കിക്ക് എ സി ഇ ഇവിടുത്തെ എ സി ഇ ദെൻ ബി സി ഇ പ്ലസ് ഡി ഇ പ്ലസ് എഫ്, ബി സി ഇ പ്ലസ് ഡി ഇ പ്ലസ് എഫ് അല്ലേ. അപ്പോൾ എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ്. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം, ദിസ് സാറ്റിസ്ഫൈസ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഇനി വാട്ട് ഈസ് തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എ ബി ഞാൻ എടുത്തു, എ ബി ബിലോങ്സ് ടു ഞാൻ ഈ പറയുന്ന സെറ്റ് ഇക്കകത്തുള്ളത് എടുത്തു. ദെൻ എനിക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടെന്ന്, അത് ഞാൻ ഇ എന്ന് എടുക്കുകയാണ്. ലെറ്റ് ഇ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണെന്ന് വിചാരിച്ചോ. E1 E2 ബി E1 E2. ഇനി ഇത് വെച്ചിട്ട് ഞാൻ ചെയ്യാണ്
എ ബി സ്റ്റാർ E1 E2. ഇത് ചെയ്യുമ്പോൾ എങ്ങനെ വരും? എ E1 പ്ലസ് ബി E1 പ്ലസ് E2 എന്ന് വരും. എ E1 ബി E1 പ്ലസ് E2 എന്ന് വരും. അതുപോലെ രണ്ടാമത്തത് ചെയ്യുമ്പോൾ എന്ത് വരും? ഇത് ഈക്വൽ ടു എനിക്ക് എന്ത് തന്നെ കിട്ടണം? എ ബി തന്നെ കിട്ടണം. ഇവിടെ നിന്ന് എ, അപ്പോൾ ഇവിടെ ഇങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ എ ബി ഇങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എ E1 ഈസ് ഈക്വൽ ടു എ ആയിരിക്കണം, ബി E1 പ്ലസ് E2 ഈസ് ഈക്വൽ ടു ബി ആയിരിക്കണം അല്ലേ? എ E1 ഈസ് ഈക്വൽ ടു എയും ബി E1 പ്ലസ് E2 ഈസ് ഈക്വൽ ടു ബിയും ആയിരിക്കണം. പിന്നെ അതിൽ നിന്ന് എനിക്ക് E1 എന്നുള്ളത് എ ഡിവൈഡഡ് ബൈ എ ഈക്വൽ ടു 1 കിട്ടും. അടുത്ത അപ്പോൾ ഞാൻ അതിനോട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ബി ഇൻറ്റു 1, അപ്പോൾ ബി പ്ലസ് E2 ഈസ് ഈക്വൽ ടു ബി. വാട്ട് ഈസ് E2? E2 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ഏതാ? 1 and 0. അപ്പോൾ ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് 1 0 വരും. ഇനി ഇൻവേഴ്സ് എലമെൻറ്റ്, ഫോർത്ത് പ്രോപ്പർട്ടി ഇൻവേഴ്സ് എലമെൻറ്റ് ഇതുപോലെ തന്നെ ചെയ്യാം. എലമെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെ വരും? എ ബി സി ഡി, ഇതിന് സ്റ്റാർ ചെയ്യുമ്പോൾ എനിക്ക് 1 0 കിട്ടണം. അപ്പോൾ അതായത് എ സി ബി സി പ്ലസ് ഡി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 1 0. ഇവിടെ നിന്ന് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് സി എന്താണ്, ബി എന്താണെന്ന്. അപ്പോൾ ഞാൻ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ എ സി ഇസ് ഈക്വൽ ടു 1 വരും. അപ്പോൾ സി എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ എ വരും. ദെൻ ബി സി പ്ലസ് ഡി ഇസ് ഈക്വൽ ടു, ഇവിടുത്തെ രണ്ടാമത്തെ എലമെൻറ്റ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ആയിരിക്കുമല്ലോ, ഡി വന്നു. അപ്പോൾ എനിക്ക് ബി എന്ന് പറയുന്നത് ഇൻറ്റു ബി ഇൻറ്റു അത് സി 1 ഡിവൈഡഡ് ബൈ എ പ്ലസ് ഡി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എനിക്ക് ഡീനെ എനിക്ക് എന്ത് കിട്ടും? മൈനസ് ബി ഡിവൈഡഡ് ബൈ എ എന്ന് വരും. ഒന്നല്ലെങ്കിൽ എനിക്ക് ഇതിങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എ ഇൻവേഴ്സ് മൈനസ് ബി എ ഇൻവേഴ്സ് ഇങ്ങനെ എഴുതാം. 1 ഇവിടെ നിർത്തിയാലും കുഴപ്പമില്ല, ഇങ്ങോട്ട് കൊണ്ടാലും കുഴപ്പമില്ല. അപ്പോൾ അതാണ് ഇൻവേഴ്സ് എലമെൻറ്റ്. അടുത്തത് ഫിഫ്ത്ത് പ്രോപ്പർട്ടി എന്താണ്? കമ്മ്യൂട്ടേറ്റീവ്. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുമ്പോൾ എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു ബി സ്റ്റാർ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ രണ്ടെണ്ണമല്ലേ ഓർഡർ പേര് വരുമ്പോൾ എ ബി സ്റ്റാർ സി ഡി ഇസ് ഈക്വൽ ടു സി ഡി സ്റ്റാർ എ ബി എന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ ഇതിന് LHS എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? LHS എന്ന് പറയുന്നത് എ സി പ്ലസ് ബി സി എ സി ബി സി പ്ലസ് ഡി എന്നാണ്. RHS എങ്ങനെ വരും? RHS സി ഡി സ്റ്റാർ എ ബി ഇസ് ഈക്വൽ ടു സി എ പ്ലസ് ഡി സി എ ഡി എ പ്ലസ് ബി എന്ന് വരും അല്ലേ? ഡി എ പ്ലസ് ബി എന്ന് വരും. അപ്പോൾ എനിക്കെന്താണ് ഇതല്ല. ഞാൻ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അതായത് ഇവിടെ നോക്കി ഇവിടുത്തെ RHSഉം LHSഉം സെയിം അല്ല, അതുകൊണ്ട് ഇത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് ഇതൊരു നോൺ അബെലിയൻ ഗ്രൂപ്പാണെന്ന് പ്രൂവ് ചെയ്യാമെന്നായിരുന്നു. അത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ 5 കണ്ടീഷൻസ് 5ാമത്തേൽ എത്തിക്കഴിഞ്ഞപ്പോൾ അത് കമ്മ്യൂട്ടേറ്റീവ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നെത്തി. അതുകൊണ്ട് അത് എന്തല്ല, അബെലിയൻ ഗ്രൂപ്പല്ല.